പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ മലയാളത്തിൽ വിശുദ്ധ കുർബാന, അതിൻ്റെ ആവശ്യകത, അവയെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ പരിശുദ്ധ കുർബാന നമുക്ക് ബോറിംഗ് ആകുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധ കുർബാനയ്ക്ക് സമയത്തിന് എത്തുന്നില്ല എങ്കിൽ, എല്ലാ ഞായറാഴ്ച പോലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതിനുള്ള കാരണങ്ങൾ എന്തെന്ന് നമ്മൾ ചിന്തിച്ചു. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് ഒന്നാമത്തെ കാരണം. പിന്നെ മനുഷ്യന്റെ പാപം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ആഗ്രഹം കാരണം വിശുദ്ധ കുർബാനയ്ക്കല്ല മറ്റ് ജോലികളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടു. അതിനുശേഷം പൂർവ്വപിതാവായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതിനുശേഷം മോശ, സാമുവേൽ മുതലായ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധ ബലിയർപ്പിക്കുന്നവർ, പ്രത്യേകിച്ച് ബലിപീഠത്തോട് ചേർന്ന് ജീവിച്ച മനുഷ്യരാണ്. അവരുടെ ജീവിതം ബലിപീഠത്തോട് ചേർന്നതായിരുന്നു. അതിലൂടെ അവർ ദൈവത്തിന് പ്രീതിപ്പെട്ടവരായി ജീവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെട്ടതായ ചില ബലികൾ വിശുദ്ധ കുർബാനയോടും കർത്താവിൻ്റെ വിശുദ്ധ ബലിയോടും നമ്മൾ എങ്ങനെ ചേർത്ത് കാണാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ പല ടൈപ്പോളജികളുണ്ട്. തിയോളജി ഭാഷയിൽ വിശുദ്ധ കുർബാനയോടും യേശുതമ്പുരാന്റെ വിശുദ്ധ ബലിയോടും ചേർത്ത് വെക്കാനും വേണ്ടി പഴയ നിയമത്തിൽ നടന്ന ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ, ഇവയെ അതിലൂടെ ടൈപ്പോളജി എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചില ടൈപ്പോളജികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അനേകം ടൈപ്പോളജികളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്, ഘടനകളുണ്ട്. ഞാൻ അവയിൽ നിന്നും പ്രധാനപ്പെട്ടതായ 10 കാര്യങ്ങൾ എടുത്ത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ബലിയോട് വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന 10 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവം തന്നെ അർപ്പിച്ചതായ ആദ്യത്തെ ബലി. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദവും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായ നഗ്നത, അതിനെ മറയ്ക്കുവാനായിട്ട് ദൈവമായ കർത്താവ് ആദത്തിനും അവൻ്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കുഞ്ഞാടിന്റെ ബലി നടത്തിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് മനുഷ്യരോടുള്ള ഇത്രമാത്രം സ്നേഹം, അവന്റെ ആദ്യജാതൻ, അവന്റെ പ്രിയപുത്രനെ പോലും മനുഷ്യന് വേണ്ടി അർപ്പിക്കുവാൻ അവൻ തയ്യാറായി എന്ന്. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 9:22 എഴുതിയിരിക്കുന്നു, രക്തം ചിന്താതെ പാപത്തിന് പ്രായശ്ചിത്തമാകുകയില്ല, അതിൽ നിന്നും ക്ഷമ കിട്ടുകയില്ല. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മനുഷ്യൻ ചെയ്ത ആദ്യ പാപ കാരണം, ആദാമും ഹവ്വായും ചെയ്ത ആ ആദ്യത്തെ പാപം കാരണം അവിടെ ഒരു ബലി നടക്കുകയാണ്, രക്തം ചിന്തൽ നടക്കുകയാണ്. അതിനുശേഷമാണ് തോലുകൊണ്ടുള്ള ഒരു ഉടയാടയുണ്ടാക്കി അവരെ അണിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 10 കാര്യങ്ങൾ പറയാനുള്ളതായതുകൊണ്ട് ഇനിയും ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 2 സഹോദരങ്ങൾ, കായനും ഹാബേലും, നമ്മളെല്ലാം പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ്. ഇവർ രണ്ടുപേരും ബലിയല്ല അർപ്പിക്കുന്നത്, സത്യത്തിൽ അവിടെ കർത്താവിന് വേണ്ടി ബലി വസ്തുക്കളെ അർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 2 തരത്തിലുള്ള സാധനങ്ങളെ അർപ്പിക്കുന്നു. കായിൻ ഒരു കൃഷിക്കാരനായതിനാൽ കൃഷിയുടെ ഉൽപ്പന്നത്തെ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നു.
അതുപോലെ ഹാബേൽ ഒരു ഇടയനായതിനാൽ തൻ്റെ ആടുകളിൽ നിന്നും ഒരാടിനെ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നതായിട്ട് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തെറ്റായ പഠിപ്പിയര് ഞാൻ കേട്ടിട്ടുണ്ട്. കായന്റെ ബലിയെ ദൈവം സ്വീകരിക്കാഞ്ഞത് അവിടെ രക്തം ചിന്താത്തതിനാലാണ്. ഹാബേലിന്റെ ബലിയെ ദൈവം സ്വീകരിച്ചത്, ഹാബേല് ആടിനെയാണ് അർപ്പിച്ചത്, അതിൻ്റെ രക്തബലി ഉണ്ടായതുകൊണ്ടാണ്. അത് ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന്. അതൊരു തെറ്റായ പഠനമാണ്. കായേൻ അർപ്പിച്ച ബലിയും അതുപോലെ ഹാബേൽ അർപ്പിച്ച ബലിയും, ഈ രണ്ട് ബലിയും ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഇസ്രായേൽ ജനതകളുടെ ഭക്ഷണത്തിനായിട്ടുള്ള രണ്ട് തൊഴിലുകളാണ്. ഒന്ന് കൃഷി, രണ്ടാമത്തേത് ആടിനെ മേയ്ക്കുക. അവരുടെ ഭക്ഷണമാണത്. കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നും അവർ ഭക്ഷിക്കുന്നു. ആടുമാടുകളെ അവർ വളർത്തി അതിൽ നിന്നും അവർ ഭക്ഷിച്ചിരുന്നു. അവയിൽ നിന്നും അവർക്ക് ഭക്ഷണമായിട്ട്, അവരുടെ കുടുംബത്തെ നയിക്കുവാനായിട്ട് അവർ ചെയ്ത ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെയാണ് ദൈവത്തിനായിട്ട് അതിൻ്റെ ഒരു പങ്ക് അവർ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ കാണാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ പറ്റുന്ന തെറ്റെന്ന് പറഞ്ഞാൽ, രക്തം ചിന്താതെയുള്ള കായേന്റെ ബലിയെ സ്വീകരിച്ചില്ല എന്ന് പറയുന്നത്, അവൻ ഭൂമിയിൽ നിന്നും കിട്ടിയതായ ഉൽപ്പന്നം കൊടുത്തപ്പോൾ, കർത്താവിന് കാണിക്കയായിട്ട് സമർപ്പിച്ചപ്പോൾ, ആ സമർപ്പണത്തെ സ്വീകരിക്കാൻ ഇരുന്നതിൻ്റെ ഒരു കാരണം മറ്റു ചിലർ പറയുന്നത്, അവന് ഭൂമിയിൽ നിന്ന് കിട്ടിയതായ കൃഷി ഉൽപ്പന്നങ്ങളിൽ അഴുക്ക്, ചിലതൊക്കെ എലി കടിച്ചതും അങ്ങനെയുള്ളതൊക്കെ അർപ്പിച്ചിരുന്നു. അതുകൊണ്ടെന്ന് അതും ഈ ബൈബിളിൽ എങ്ങും പറയുന്നില്ല. തെറ്റായിട്ടുള്ളവ നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ വായിക്കുകയാണ്, കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം താണിരിക്കുന്നത് എന്തുകൊണ്ട്? അത് ഉയർത്താൻ തക്കവിധം നീ നന്നായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വാതിക്കൽ പാപം പതിയിരിക്കുന്നു, അതിൻ്റെ അഭിലാഷം നിന്നിലാണ്, പക്ഷെ നീ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു. പാപം നിന്നെ കീഴടക്കാനും വേണ്ടി വാതിൽപ്പടിയിൽ കഴിയുന്നതായിട്ട് പറയുന്നു. നമുക്ക് അടുത്തത് 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും കൊണ്ടൊന്ന് വായിച്ചു നോക്കിയാൽ അവിടെയും ഒരു പഠനം കിട്ടും. യഥാകാലം കായൻ ഭൂമിയിൽ നിന്ന് വിളവിന്റെ ഒരു ഭാഗം കർത്താവിന് കാണിക്കയായി കൊണ്ടുവന്നു. ആബേലും തന്റെ ആട്ടിൻകൂട്ടിലെ ചില കടിഞ്ഞൂലുകളെയും അവയുടെ കൊഴുപ്പിന്റെ ഒരു ഭാഗവും കൊണ്ടുവന്നു. ഇതാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവം സ്വീകരിച്ചതിനെ പറ്റി എഴുതിയിരിക്കുന്നത്, ദൈവം ആബേലിലും അവന്റെ കാണിക്കയിലും പ്രസാദിച്ചു എന്നാണ്. ആബേലിന്റെ കാണിക്കയിലല്ല ആദ്യം പ്രസാദിച്ചത്. ദൈവത്തിന് മുമ്പിൽ ആബേൽ സ്വീകാര്യനായിരുന്നതിനാൽ ആബേൽ അർപ്പിച്ചതായ ബലിയെ കർത്താവ് സ്വീകരിച്ചു, കാഴ്ചയെ ദൈവം സ്വീകരിച്ചു. ഈ ബലി അർപ്പിക്കുന്നവന്റെ, കാഴ്ച അർപ്പിക്കുന്നവന്റെ മനോഭാവം, അവന്റെ ജീവിതം നല്ലതായിരിക്കണം. കാഴ്ച ബലിയായിട്ട് അർപ്പിക്കുന്ന വസ്തു വലിയതാണോ ചെറുതാണോ കൊഴുത്തതാണോ അത് നോക്കിയല്ല, ആ അർപ്പിക്കുന്നവന്റെ മനോഭാവം, അവന്റെ ജീവിതം എങ്ങനാണെന്നുള്ളത് നോക്കിയാണ് കർത്താവ് ബലി സ്വീകരിക്കുന്നത്. ഇവിടെ നാം കാണുന്നത്, ദൈവം ഹാബേലിലും അവന്റെ കാണിക്കയിലും പ്രസാദിച്ചു എന്നാണ്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്ന ഹാബേൽ ദൈവത്തിന് പ്രസാദകനായിരുന്നാൽ അവന്റെ കാഴ്ചയാൽ സ്വീകരിച്ചു. എന്നാൽ കായനെ കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്നാൽ ദൈവം കായേനിലും അവന്റെ കാണിക്കയിലും പ്രസാദിച്ചില്ല.
അപ്പോൾ ദൈവം പ്രസാദിക്കാതിരുന്നത് എന്താണ്? കായേൻ ദൈവത്തിന് പ്രീതിപ്പെട്ടവനല്ലായിരുന്നു, പ്രസാദകര അല്ലായിരുന്നു. അതിനാൽ അവന്റെ കാണിക്കയെ ദൈവം സ്വീകരിച്ചില്ല. കാണിക്ക അർപ്പിക്കുന്ന, ബലി അർപ്പിക്കുന്ന നമ്മൾ ദൈവത്തിന് സ്വീകാര്യരായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ബലി ദൈവം സ്വീകരിക്കുന്നത്. നമ്മൾ എത്ര കൂടുതൽ കൊടുത്തു, നമ്മൾ എത്ര കൊടുത്തത് കൊടുത്തു, നല്ലത് കൊടുത്തു, ചീത്ത കൊടുത്തു, അതല്ല നോക്കുന്നത്. നീ എത്ര നല്ലവനാണ്, ഞാൻ എത്ര നല്ലവനാണ്, എന്റെ സ്വഭാവം എങ്ങനാണ്, അതിനനുസരിച്ചാണ് ദൈവം എൻ്റെ പ്രാർത്ഥനയെ, എൻ്റെ കാഴ്ചകളെ സ്വീകരിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വീകാര്യനായ ഹാബേൽ ദൈവത്തിന് വേണ്ടി നിർദോഷകനായി ജീവിച്ചുകൊണ്ട് സ്വന്തം സഹോദരനാൽ കൊല ചെയ്യപ്പെടുകയാണ്. അവൻ തന്നെ ബലിയർപ്പിക്കുവാനായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ആ കായേൻ ഹാബേലിനെ കൊന്നതായ ആ പ്രവൃത്തിയെയും നമുക്ക് കർത്താവിൻ്റെ ക്രൂസ് മരണത്തോട് ചേർത്ത് വെക്കാവുന്നതാണ്. രണ്ട് രീതിയിലുള്ള ബലിയർപ്പണം. ഒന്ന് കൃഷിഭൂമിയിൽ നിന്നുള്ളത്, രണ്ട് വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ളത്. കാൽവരി ബലിയിലേക്ക് പോയാൽ കർത്താവ് ബലിയുടെ അന്ത്യത്താഴ് സമയം കൃഷിഭൂമിയിൽ നിന്നുള്ളവ എടുത്തുകൊണ്ട് രക്തരഹിതമായിട്ട് ബലിയർപ്പിച്ചു. അതിനുശേഷം കാൽവരിയിൽ രക്തം ചിന്തിയുള്ള ബലി അർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ കായന്റെ ബലിയും ഹാബേലിന്റെ ബലിയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സ്വീകാര്യനായ ഹാബേൽ നിർദോഷ ജീവിതം നടത്തിയിട്ടും അങ്ങനെ ജീവിച്ചിട്ടും അവൻ ബലിയായി തീരുകയാണ്. അവിടെ അവനെ കൊല്ലുകയാണ് ചെയ്തത്. അവിടെയും ക്രിസ്തുവിന്റെ ഒരു ടൈപ്പോളജി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 14 അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, എബ്രഹാം ഇപ്പോൾ കനാൻ ദേശത്തിൽ വരുന്നു. അവിടെ നമുക്കറിയാം, ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടു പോയപ്പോൾ എബ്രഹാം തന്റെ യോദ്ധാക്കളെ കൂട്ടിക്കൊണ്ടുപോയി രാജാക്കന്മാരിൽ നിന്നും അവനെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ, 11 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു രാജാവും ദൈവത്തിന്റെ മഹാപുരോഹിതനുമായ വ്യക്തി അപ്പവും വീഞ്ഞുമായിട്ട് വന്ന് എബ്രഹാമിനെ സ്വീകരിക്കുന്നതായിട്ട്, എബ്രഹാം തന്റെ സകല സമ്പാദ്യങ്ങളിൽ നിന്നും ദശാംശം അവന് കൊടുക്കുന്നതായിട്ടും നാം കാണുന്നു. ഇവിടെ കാണുന്ന ടൈപ്പോളജി മുഴുവൻ ബൈബിൾ നമ്മൾ നോക്കിയാൽ അപ്പവും വീഞ്ഞുമായിട്ട് വരുന്ന ഈ വ്യക്തി ക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ്, ടൈപ്പോളജി ആയിട്ടാണ് കാണുന്നത്. നമുക്ക് സങ്കീർത്തന പുസ്തകം 110 4 വാക്യത്തിലും, അതുപോലെ എബ്രായരുടെ ലേഖനം 7 മുതലുള്ള ലേഖനങ്ങളിൽ പല സ്ഥലത്തും ഈ മൽക്കിസദേക്കിനെ ക്രിസ്തുവുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്തെന്നാൽ നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ അവിടുന്ന് മഹാപുരോഹിതനാണ്, എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു മഹാപുരോഹിതനുമാണ്. മൽക്കിസദേക്ക് ഇവിടെ വന്നത് അപ്പവും വീഞ്ഞുമായിട്ടാണ്. അന്ത്യത്താഴ് സമയത്ത് ക്രിസ്തുവും അപ്പവും വീഞ്ഞുമാണ് ദൈവത്തിനായിട്ട് അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെ മൽക്കിസദേക്ക് കൊണ്ടുവന്നതായ അപ്പവും വീഞ്ഞും തന്നെ വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1333 ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സമയത്തും മൽക്കിസദേക്കിനെ ഓർമ്മിക്കുന്ന ചടങ്ങുകൾ നമുക്കറിയാം, മൽക്കിസദേക്കിന്റെ പേര് പറയുന്നത്. അതുപോലെ ഹാബേലിന്റെ ബലിയെപ്പറ്റിയും വിശുദ്ധ കുർബാനയിൽ ഓർമ്മിക്കുന്നതാണ്. അതായത് ഹാബേലായാലും ഇവിടെ മൽക്കിസദേക്കായാലും ക്രിസ്തുവിന്റെ
പ്രതീകമായിട്ട് ടൈപ്പായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അടുത്തത്, കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു തന്നതാണ്, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ എബ്രഹാം മോറിയ മലയിൽ അർപ്പിച്ചതായ ബലി, അവിടെ തൻ്റെ മകൻ ഇസഹാക്കിനെ കൊണ്ടുപോകുന്നതായിട്ടുള്ളത് ഞാൻ 2-ാമത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എബ്രഹാമിന്റെ ഒരേ ഒരു പുത്രൻ, എക്ലോത്ത പുത്രൻ, ഒരേ ഒരു പുത്രൻ, ആദ്യജാതൻ ഇസഹാക്കിനെ, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനാണ്. അതുപോലെ ഇസഹാക്ക് പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. അതുപോലെ തന്നെയാണ് ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം നിന്റെ ഇഷ്ടം എന്നിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞു നടക്കുന്നവൻ. അടുത്തത് നമ്മൾ ആ മോറിയാമല കയറുന്ന ഇസഹാക്കിനെ കാണുന്നത്, അപ്പൻ ആ മകന്റെ തോളിലേക്ക് തടി വെച്ചു കൊടുക്കുകയാണ്, വിറക്, ബലിക്കുള്ള വിറക് വെച്ചു കൊടുക്കുകയാണ്. യേശു ക്രിസ്തു അതേ മല കയറിയത്, കാൽവരി കയറിയത്, നമ്മുടെ പാപഭാരമായ ക്രൂശിനെ തന്റെ തോളിൽ വഹിച്ചുകൊണ്ടാണ്. പിതാവിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നു. ഇസഹാക്ക് വഹിച്ചതായ ആ വിറക് ക്രിസ്തു വഹിച്ചതായ ആ ക്രൂശാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇത് വായിക്കുന്നു. അതുപോലെ തന്നെ അബ്രഹാമും ഇസഹാക്കും കയറിയതായ അതേ മോറിയ മല, യെരുസലേമിലെ ആ മലയുടെ ഒരു ഭാഗമാണ്. അതേ ഭാഗത്താണ് കാൽവരി എന്ന് പറയുന്നത്. അതുപോലെ ആ മലമുകളിൽ ബലിവേദി ഉണ്ടാക്കി, ബലിപീഠമുണ്ടാക്കി ഇസഹാക്കിനെ കിടത്തിയെങ്കിലും അവനെ ബലി അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരാട്ടിൻകുട്ടിയെ കാണുകയാണ്. ഞാൻ 2-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ആ ആട്ടിൻകുട്ടി മുള്ളുകൾക്കിടയിൽ കൊമ്പ് കുരുങ്ങി കിടക്കുകയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ തിരുതലയിൽ അർപ്പിച്ച മുൾമുടി, അവിടെ അർപ്പിച്ചതായ ആ ആട്ടിൻകുട്ടിയെ നമ്മൾ കാണുകയാണ്. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ആ കുഞ്ഞാട് ക്രിസ്തുവാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് ഇവിടെ ഇസഹാക്ക് അതുപോലെ ആ ആട്ടിൻകുട്ടി രണ്ടും ക്രിസ്തുവിൻ്റെ ടൈപ്പോളജി പ്രതീകമായിട്ട് നമ്മൾ കാണുന്നു. ഇനി 5-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അത് പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പെസഹ ബലി അർപ്പിക്കുന്നവരനെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്ന രീതിയും, അതുപോലെ പെസഹ കുഞ്ഞാടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം കട്ടളപ്പടികളുടെ മേൽ തളിക്കുന്നതിനും, അതുപോലെ ആ രക്തം കാരണം സംഹാരദൂതൻ അവരെ വിട്ടുപോകുന്നതായിട്ടും, അതുപോലെ ആ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുന്നതിനെ പറ്റിയും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തു അത് തന്നെയാണ് പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ നിത്യജീവൻ ഉണ്ടാവുകയില്ല. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ തരുന്ന അപ്പം ഞാനാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതെല്ലാം വായിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലുകളൊന്നും ഒടിക്കാൻ പാടില്ല. പെസഹ കുഞ്ഞാടിന്റെ ബലിയർപ്പിക്കുന്ന ആ കുഞ്ഞാടിന്റെ എല്ലുകളൊന്നും ഒടിക്കാൻ പാടില്ല. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, ആ ക്രിസ്തു പെസഹ കുഞ്ഞാടിന്റെ എല്ലുകളൊന്നും ഒടിച്ചില്ല. ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരുടെ എല്ലുകളെ ഒടിച്ചതായിട്ടും ക്രിസ്തുവിന്റെ എല്ലിനെ ഒടിക്കാതിരുന്നതായിട്ടും പറയുന്നു. അതായത് ആ പെസഹ കുഞ്ഞാട് ക്രിസ്തു ആണ് എന്നതിൻ്റെ ഒരു ടൈപ്പോളജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ലീഗ ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ് എന്നത്.
അതിനാൽ ആ ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനീയം ചെയ്യുകയും, അതായത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 54-ാമത്തെ വാക്യത്തിൽ യേശു സ്വയം പഠിപ്പിച്ചു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം. അതുതന്നെയാണ് അന്ത്യത്താഴ് സമയത്ത് ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ദിവസവും അതിൽ പങ്കെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയമായിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ തന്നെ നമുക്കറിയാം, ആഗ്നസ് ഡേ, ദൈവത്തിന്റെ കുഞ്ഞാട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന, ആ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ ചൊല്ലാനുള്ള കാരണം ഇത് തന്നെയാണ്. പെസഹ കുഞ്ഞാട് ഇവനാണ് എന്ന് പറയാനുള്ളതാണ്. അതാണ് ഏറ്റു ചൊല്ലുന്നത് നമ്മളിവിടെ. അടുത്തത് 6-ാമത്തെ കാര്യത്തിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 16-17 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇസ്രായേലിയർ മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന വർഷിച്ചു കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മന്ന വർഷിക്കുക. അതുപോലെ 17-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, അവർക്ക് കുടിക്കാൻ ജലമില്ലാത്തതിനാൽ ഒരു പാറയിൽ നിന്നും വെള്ളം ഒഴുക്കി കൊടുത്തതായിട്ട്. അതായത് ആ മന്നയും പാറയിൽ നിന്ന് ഒഴുകുന്നതായ ജലവും ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബലി അർപ്പിക്കുന്നത് പിതാവ് സ്വയമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ, 6-ാമത്തെ അധ്യായത്തിൽ പല പ്രാവശ്യം കർത്താവ് പറയുന്ന ഒരിതുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പൻ ഞാനാകുന്നു, ഞാനാകുന്നു, ഞാനാകുന്നു എന്ന് പറയും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് ലീഗ പറയുകയാണ്, പഴയ നിയമത്തിൽ ആ പാറയിൽ നിന്നും ഒഴുകിയ ജലം, ആ പാറ ക്രിസ്തുവാകുന്നു എന്ന്. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ് ആ ജലം ഒഴുകിയത്. അതായത് അപ്പവും പാറയിൽ നിന്നൊഴുകുന്നതായ വെള്ളം, ആ പാറയും ക്രിസ്തു തന്നെ എന്നതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഒരു പടയാളി വന്നിട്ട് ഒരു കുന്തം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കെട്ടണ, ഹൃദയത്തിലേക്ക് തുളച്ചു കെറ്റുകയാണ്. അപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതായിട്ട്, വെള്ളം ഒഴുകിയതായ ക്രിസ്തുവിന്റെ ആ ഹൃദയം, അതാണ് ആ പാറയായിട്ട് പഴയ നിയമത്തിൽ കാട്ടിത്തരുന്നത്. 7-ാമത്തെ ടൈപ്പോളജിയിലേക്ക് പോകാം. ഇതും പുറപ്പാട് പുസ്തകം 29-ാമത്തെ അധ്യായം 38 മുതലുള്ള വാക്യങ്ങളാണ്. അനുദിന ബലി അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്ന കാര്യമാണിത്. അനുദിന ബലി, ടാബിഡ് സാക്രിഫൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ടാബിഡ് സാക്രിഫൈസ്, അതായത് അനുദിന ബലി ദിവസവും അർപ്പിക്കണം. അത് രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണിക്കും. നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിൽ ഈ ടാബിഡ് സാക്രിഫൈസ് ദൈനംദിന അർപ്പിക്കേണ്ടതായി ബലികൾ അർപ്പിച്ചിരുന്നു. ഇങ്ങനെ അർപ്പിച്ചിരുന്ന ഈ 5 ബലികളെ കുറിച്ച് ഞാൻ മുന്നോട്ടുള്ള ക്ലാസ്സിനകത്ത് ഓരോ ബലിയെക്കുറിച്ചും പറഞ്ഞു തരാം. ഓരോ ബലിയും ക്രിസ്തുവിന്റെ കാൽവരി ബലിയോട് ചേർത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ദൈനംദിന ബലിയെക്കുറിച്ച് ഞാൻ 5 ബലികളെ കുറിച്ച് മോശയുടെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ നിയമം, ഈ 5 ബലികളുടെ നിയമങ്ങളും യേശു ക്രിസ്തുവിന്റെ കുരിശുബലിയുടെ നിയമങ്ങളായിരുന്നു. കുരിശിൽ എങ്ങനെ ക്രിസ്തു മരിച്ചുവോ ആ ബലി എങ്ങനെ നടന്നോ അതിനോട് ചേർന്ന നിയമങ്ങളാണ് ലേവ്യരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം മുതലുള്ള 5 ബലികളെ കുറിച്ചുള്ള മുന്നോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഓരോ ബലിയെക്കുറിച്ച് മുന്നോട്ട് വായിക്കുന്നതിനാൽ ഞാനിവിടെ വിടുകയാണ്. ആ ദൈനംദിന ബലി എന്നും അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ എബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം, ദിവസവും അർപ്പിച്ചിരുന്ന ബലി ക്രിസ്തു ആ മഹാപുരോഹിതൻ ഒരിക്കൽ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരു ബലി
ആ ഒരു ബലി വിശുദ്ധ കുർബാനയായിട്ട് ദൈനംദിന ബലിയായിട്ട് ഇന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു ലേവ്യർ ദിവസവും കുഞ്ഞാടുകളെ കൊന്നിരുന്നതിനെ അതിനെ നിർത്തിക്കൊണ്ട് സ്വയം ബലിയായിട്ട് ബലിവസ്തുവായിട്ട് ഒരു പ്രാവശ്യം അർപ്പിച്ചുകൊണ്ട് പിന്നെ രക്തം ചൊരിയാത്തതായ വിശുദ്ധ കുർബാന ആ ബലിയുടെ ഓർമ്മയ്ക്കായിട്ട്, ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാനും അതുവഴി ആ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കാനും നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1566 ഖണ്ഡികയിൽ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 8-ാമത്തെ ബലി, ലേവ്യരുടെ പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങളിൽ ഈ 5 ബലികളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. വളരെ സുന്ദരമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ക്രൂശ് ബലിയായിട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഓരോ ബലിയെ എടുത്ത് പഠിക്കും. ഇനി ഇവിടെ 8-ാമത്തെ ബലിയായിട്ട് ഞാൻ ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ വർഷത്തിൽ ഒരു വിശേഷ ദിവസമുണ്ട്. നമ്മൾ ഈ 7-ാമത്തെ ഇതിനകത്ത് കാണുന്നത് ടാമിഡ് സാക്രിഫൈസ്, അതായത് ദൈനംദിന ബലിയാണെങ്കിൽ ഇനി വർഷത്തിൽ ഒരിക്കൽ അർപ്പിക്കേണ്ട ഒരു ബലിയെ കുറിച്ച് അവിടെ പറയുകയാണ്. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ ലേവ്യർ, അതാണ് വർഷത്തിൽ ഒരിക്കൽ അർപ്പിക്കേണ്ട പ്രായശ്ചിത്ത ബലിയെ കുറിച്ച്. യോം കിപ്പൂർ എന്ന അതിനെ വിളിക്കാറുള്ള യോം കിപ്പൂർ പ്രായശ്ചിത്ത ബലി. അതിനെ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരുന്നതിനെ പറ്റിയും അതിലൊന്നിൻ്റെ മേൽ തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പാപത്തെ മുഴുവൻ അതിന്റെ തലയ്ക്ക് വെക്കുന്നതായിട്ടും അതിനെ ഒരു വിജന പ്രദേശത്തേക്ക് സ്കേപ്പ് ഗോട്ട് എന്നാണ് പറയുന്നത്, പാപം വഹിക്കുന്ന കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ വിടുന്നു. അതിനകത്തുണ്ട് അസബേലിന് വേണ്ടി അജാലേലിന് വേണ്ടിയുള്ള കുഞ്ഞാടെന്നാണ് പറയുന്നത്. അതിനെയും ചില തെറ്റായ പഠനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. തെറ്റായിട്ട് പഠിപ്പിക്കുന്നത് ഈ അജാലേൽ എന്ന് പറയുന്നത് പിശാചാണെന്നും പിശാചിന് വേണ്ടി പാപം പിശാചിൽ നിന്നാണ്, അതിനാൽ ആ ഒരു ബലിവസ്തുവിനെ പിശാചിന് വിട്ടുകൊടുക്കുകയാണെന്നും പിശാചിന് വേണ്ടിയുള്ളതാണെന്നും ഒക്കെ തെറ്റായ പഠനങ്ങൾ കേൾക്കാറുണ്ട്. കത്തോലിക്ക സഭ ഇത് പഠിപ്പിക്കുന്നില്ല. ആരെങ്കിലും കത്തോലിക്ക സഭയിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ തെറ്റായിട്ട് അതിനെ പഠിപ്പിക്കുന്നു. അസാലേൽ അത് പിശാചാണെന്ന് കത്തോലിക്ക സഭ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നില്ല. പിന്നെയോ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഈ അസാലേൽ സ്കേപ്പ് ഗോട്ട്, ക്രിസ്തുവിന്റെ 2 രൂപത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന, മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന ഒരു ക്രിസ്തു, അത് പാപത്തിന് പ്രായശ്ചിത്തമാണ്. ചാട്ടവാറടിയേൽക്കുകയും വീഴുകയും മുറിവേൽക്കുകയും ആ പ്രയാസങ്ങൾ നമ്മുടെ പാപഭാരത്തെ വഹിക്കുക, പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടാണ് അതുപോലെ സ്കേപ്പ് ഗോട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:29 പറയുന്നത്, ഇതാ കർത്താവിന്റെ കുഞ്ഞാട്, നമ്മുടെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് യേശു തമ്പുരാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. സ്കേപ്പ് ഗോട്ടാണ്, പാപത്തെ വഹിക്കുന്നവൻ. അപ്പോൾ ക്രിസ്തുവിന്റെ ഒരു രൂപമാണത് കാണുന്നത്. കുരിശും വഹിച്ചുകൊണ്ട്, പാപത്തെ വഹിച്ചുകൊണ്ട്, പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് കാൽവരിയിലേക്ക് നീങ്ങുന്ന ആ കുഞ്ഞാടിനെയാണ് ഈ സ്കേപ്പ് ഗോട്ടായിട്ട് ഇവിടെ കാണിക്കുന്നത്. 2-ാമത്തത് കാൽവരിയിൽ മരിക്കുന്ന, ബലിയർപ്പിക്കുന്ന കുഞ്ഞാട്. അപ്പൊ 2 കുഞ്ഞാടുകളെ ഇവിടെ പറയുന്നു. ഒന്ന് പാപം വഹിക്കുന്ന കുഞ്ഞാട്, ഒന്ന് പാപത്തിന് വേണ്ടി രക്തം ചിന്തിയ കുഞ്ഞാട്. ഇപ്പൊ ക്രിസ്തുവിന്റെ 2 രൂപങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലരൊക്കെ പറയുന്നുണ്ട് അത് യഹൂദരുടെ ഒരു ഗ്രന്ഥമായ ടാമിഡ് തൽമൂദ്, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ആടിനെ കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നതായിട്ടും മരുഭൂമിയിൽ അവിടെ ഒരു പാറക്കൂട്ടത്തിൽ നിന്ന് അതിനെ തള്ളിയിട്ട് കൊല്ലുന്നതായിട്ടും, ആ പാറയുടെ പേരാണ് ഈ അസാലേൽ എന്ന് താൽമൂദിനകത്തും കണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പോലും. കത്തോലിക്ക സഭയ്ക്ക് പഠിപ്പിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ, ക്രിസ്തുവാണ് ഈ മേമന, ഈ ബലിയാട്, ഈ പാവം വഹിക്കുന്ന കുഞ്ഞാട്. അപ്പൊ 2 രൂപങ്ങളാണ് ഇതെന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ഇനി അടുത്തത് 9-ാമത്തേത്, ക്രിസ്തു തന്നെ പറഞ്ഞ്
ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ മോശ ഒരു പിത്തള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ക്രൂസിൽ മരത്തിൽ തൂക്കപ്പെടുന്നതിനെ പറ്റി ക്രിസ്തു തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അതായത് അത് ക്രിസ്തുവിൻ്റെ ക്രൂശ് ബലിയുടെ ഒരു പ്രതീകമായിട്ട് കാണുന്നു. ലേവ്യരുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ മരുഭൂമി യാത്രയിൽ മനുഷ്യർ പാപം ചെയ്തപ്പോൾ, ദൈവത്തിനും മോശയ്ക്കും എല്ലാം എതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ പാമ്പ് വന്ന് അവരെ കടിക്കുന്നതായിട്ടും അനേകം പേർ മരിക്കുന്നതായിട്ടും കാണുന്നു. അപ്പോൾ ജനം ദുഃഖിതരായിട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മോശയുടെ അടുത്ത് വന്ന് പറയുകയാണ്, നീ എന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളെല്ലാം പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. അപ്പോൾ മോശ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കുക, അതിനെ ഒരു തടിക്കഷ്ണത്തിൽ കെട്ടി ജനങ്ങളുടെ മധ്യ ഉയർത്തിപ്പിടിക്കുക. ആര് അതിലേക്ക് നോക്കുന്നുവോ അവൻ അതിലൂടെ രക്ഷ പ്രാപിക്കും. അതായത് ക്രിസ്തുവിലെ ക്രൂശിതനിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം. അതായത് ക്രിസ്തുവിന്റെ ബലിയാണ് മനുഷ്യനെ രക്ഷിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് പറയുവാൻ സാധിക്കും. അടുത്ത ഒരെണ്ണം കൂടെ, 10-ാമതായിട്ട് കർത്താവിന് വേണ്ടി ടെന്റിനകത്താണ് ആദ്യം, പിന്നെ യെരുസലേം ദേവാലയം ഉണ്ടാക്കുന്നു. അവിടെ ആർക്ക് ഓഫ് കവനന്റ്, കർത്താവിൻ്റെ ആ വിശുദ്ധ പെട്ടി കൊണ്ട് വെച്ചിട്ട്, അതിപവിത്ര സ്ഥലം എന്നാണ് അതിനെ പറയുന്നത്, അതിവിശുദ്ധ സ്ഥലം. അവിടോട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതന് പോലും പ്രവേശിക്കുവാനുള്ള അനുവാദമുള്ളൂ. അതാണ് ആ യോം കിപ്പൂറിന്റെ പെരുന്നാളിന്റെ ദിവസം രക്തവുമായിട്ടാണ് അവിടേക്ക് കയറാറുള്ളത്. യേശു ക്രിസ്തു തൻ്റെ രക്തം വഴി സ്വർഗത്തിൽ പ്രവേശിച്ചതിൻ്റെ ഒരു പ്രതീകമാണ് അത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ആ അതിവിശുദ്ധ സ്ഥലത്തിനു മുമ്പ് ഒരു ടേബിളിൽ 12 അപ്പം വെക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. 12 അപ്പം വെക്കുക. അത് വിശുദ്ധ കുർബാനയുടെ തിരുസാന്നിധ്യത്തിന്റെ ആ അപ്പം വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിലും സാമുവേലിന്റെ 1-ാം പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെല്ലാം നമുക്ക് ഈ 12 അപ്പം വെക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇങ്ങനെ പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ വിശുദ്ധ കുർബാന അഥവാ കർത്താവിൻ്റെ കാൽവരി ബലി, അതിൻ്റെ ടൈപ്പോളജി, പ്രതീകങ്ങൾ പലത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന, കർത്താവിൻ്റെ വിശുദ്ധ ബലി എത്ര ശ്രേഷ്ഠമാണ്, അതിൽ നമ്മൾ പങ്കുചേരണ്ടേ. ഇനി നാളെ മുതൽ ഉള്ള അടുത്ത ആഴ്ചയിൽ ഞാൻ ശനി ഞായർ, നമ്മൾ സാറ്റർഡേ സൺഡേ മാത്രമാണ് മലയാളം ക്ലാസ് ഉള്ളത്. അടുത്ത ആഴ്ചയിലെ ആ ക്ലാസ്സിനകത്ത് ഓരോ ബലിയെക്കുറിച്ചും ഞാൻ പറയാൻ പോകണം. ഈ 5 ബലിയുണ്ട് എല്ലാ ദിവസവും നടത്തുന്ന, ഡെയിലി നടത്തുന്നതായ ടാമിഡ് സാക്രിഫൈസ്, അനുദിന ബലി. അതിൽ 5 ബലികളാണുള്ളത്. ഈ 5 ബലികളും കൂടെ ചേരുന്നതാണ് ക്രിസ്തുവിൻ്റെ ബലി. അന്ത്യത്താഴ ബലി, രക്തരഹിതമായ ബലിയും കാൽവരി ബലി, രക്തം ചിന്തിയുള്ള ബലി, രണ്ടും ഒരു ബലിയാണ്. ഈ 5 ബലികൾ കർത്താവിൻ്റെ ആ ബലിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കും. ഇത്ര ശ്രേഷ്ഠകരമായ പഴയ നിയമത്തിൽ മുഴുവൻ ക്രിസ്തുവിൻ്റെ ബലിയും വിശുദ്ധ കുർബാനയുടെയും സാന്നിധ്യത്തിൻ്റെ അപ്പവും ഇതെല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ എന്തുകൊണ്ട് പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ്. എനിക്കൊരു കാര്യം കൂടെ ഓർമ്മ വരും. ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു നമ്മൾ തന്നെ ഒരു റിലേറ്റീവിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ, ഒരു ഞായറാഴ്ച ദിവസമാണ് ചെന്നിരുന്നത്. അപ്പോൾ മനസ്സിലായ, ആ ഭവനത്തിൽ നിന്നും ആരും അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ല. മോനോട് ചോദിച്ചു, മോനെ എന്താ പോകാഞ്ഞത്? അപ്പം അങ്ങനെ എല്ലായിടത്തും എന്നും പള്ളിയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മതിയല്ലോ. ഇന്നത്തെ യുവജനങ്ങൾക്ക് ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എല്ലായിടത്തും ഉണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി, അതും ദൈവം കേട്ടുകൊള്ളും, അച്ഛനെയും പട്ടക്കാരുടെയും ഒന്നും ആവശ്യമില്ല,
പള്ളിയിൽ പോകേണ്ടതൊന്നും ആവശ്യമില്ല എന്നുള്ള ഒരു പറച്ചില്. നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ 5 ഉപസ്ഥിതികൾ എവിടെ ഉണ്ട് എന്നുള്ളത് ബൈബിളിൽ നമുക്ക് കാണിക്കുവാൻ സാധിക്കും. നമ്പർ 1 യൂണിവേഴ്സൽ പ്രസൻസ് എന്നാണ് പറയുന്നത്. ദൈവം എല്ലായിടത്തുമുണ്ട്. ഒരു പാട്ട് തന്നെയുണ്ട്, തുമ്പിലും തുരുമ്പിലും എവിടെയും കല്ലിലും മണ്ണിലും എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന്. എല്ലാം ഭൂലോകം മുഴുവൻ ദൈവം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എവിടെ ഇരുന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്മരിച്ചാലും ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുമെന്നുള്ളത് ദൈവം തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അതിനെ യൂണിവേഴ്സൽ പ്രസൻസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ദൈവം ചില സ്ഥലങ്ങളെക്കുറിച്ച്, ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പ്രോമിസ്ഡ് പ്രസൻസ് എന്ന് പറയാൻ, ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന ആ സാന്നിധ്യം. അതായത് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ടായിരിക്കാം. കർത്താവ് ഒരു പ്രോമിസ് ചെയ്തതാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ വരും. കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില പ്രോമിസുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. നിന്നോടുകൂടെ ഇരിക്കാമെന്ന്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ ദൈവത്തിന്റെ ഉപസ്ഥിതി. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന. കുടുംബത്തിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 1 മണിക്കൂർ സമയം, തിരുമണിക്കൂർ പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. 1 മണിക്കൂർ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക. മൂന്നാമത്തെ, ചില സ്ഥലങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച സ്ഥലങ്ങളുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാ പറഞ്ഞേക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ മോശ അത് പലർക്കാണ് തെരഞ്ഞെടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് അവിടുന്ന് ഉണ്ടായിരിക്കും. അതുതന്നെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. സോളമൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതിട്ട് അതേ വചനം പറഞ്ഞുകൊണ്ടാണ്, ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട്, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമറിയണമേ. ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന ചില സ്ഥലങ്ങൾ, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ചില സ്ഥലങ്ങൾ, അതാണ് പള്ളി എന്ന് പറഞ്ഞാൽ. ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ ഉപസ്ഥിതി ഉണ്ടായിരിക്കും. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന, അതാണ് സോളമൻ പറഞ്ഞത്. ഇവിടെ വന്ന് ആരെങ്കിലും അവന് കൃഷി നശിക്കുന്നു, ഇവനിവിടെ വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ, ഇടിയും മിന്നലും വെള്ളപ്പൊക്കവും ആവുമ്പോൾ അവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നീ കേൾക്കണമേ. മറ്റുള്ള രാജ്യങ്ങൾ യുദ്ധം വരുമ്പോൾ അവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ അവനെ രക്ഷിക്കണമേ. വളരെ സുന്ദരമായ പ്രാർത്ഥനയിലൂടെ തന്നെ പറയാണ്, ദേവാലയം ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന അവിടെ പോകണം. ഇനി അടുത്തത് നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ആരാ? ക്രിസ്തുവാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ കേൾക്കുന്നത്, ദൈവത്തെയാണ്. ആ വചനപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തെ, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ എന്നാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ കാണപ്പെടുന്നവൻ, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ, ക്രിസ്തുവിന്റെ വചനങ്ങളിലൂടെ ജീവിക്കുന്നവൻ. അവിടെ ക്രിസ്തുവിന്റെ ആ ഉപസ്ഥിതി ഉള്ളതായിട്ട്. 5-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ക്രിസ്തു തന്നെ പഠിപ്പിച്ചത് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനെ പറ്റി. തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളാൽ ആ ബലി അർപ്പിക്കപ്പെടുമ്പോൾ ആ അപ്പത്തിലൂടെ ഉള്ള ഉപസ്ഥിതി ദൈവത്തിൻ്റെ, അത് യേശു മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യേക ദൈവമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് വരുന്നത്. അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരുവൻ, ഒന്ന് യൂണിവേഴ്സൽ പ്രസൻസ്, സാർവത്രിക സാന്നിധ്യം അവിടെയുമുണ്ട്, പള്ളിയിലുമുണ്ട്. രണ്ടാമത്, കർത്താവ് 2-3 പേർ പ്രാർത്ഥിക്കുന്നിടത്ത് ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് ആ പ്രോമിസ്ഡ് പ്രസൻസ്, ആ സാന്നിധ്യം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അടുത്തത്, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം, ദേവാലയം കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ച സ്ഥലമാണ്, ആ ഉപസ്ഥിതിയുമുണ്ട്. 4-ാമത്തെ, വചനം, ബൈബിൾ, വിശുദ്ധ വചനം വ്യാഖ്യാനം ചെയ്യപ്പെടുകയും വായിക്കുകയും
അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം, ആ സാന്നിധ്യവും കർത്താവിൻ്റെ അവിടെ ഉണ്ട്. അടുത്തത് വിശുദ്ധ കുർബാനയിലൂടെ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മളിലേക്ക് വരുന്ന ഒരു സാന്നിധ്യം. ഈ 5 സാന്നിധ്യവും കൂടെ കിട്ടുന്ന ഒരവസരമാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. ഈ 5 പ്രസൻസും, അതായത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പൂർണ്ണ അനുഭവം കിട്ടുവാൻ ഒരു വ്യക്തിക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചാലും, വീട്ടിലിരുന്ന് കുരിശ് വരച്ചാലും, കൊന്ത ചൊല്ലിയാലും എല്ലാം ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണതയിൽ കിട്ടണമെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.